മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദാരിദ്ര്യമില്ലാതെ പണക്കാരനാകാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമില്ലേ? പണക്കാരനാവാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഒരു ജാഗോർ വാങ്ങാൻ നിങ്ങൾക്കോ? ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ എന്നാലും ചങ്ങായി പറഞ്ഞേ, ഉസ്താദ് എനിക്കൊരു ബെൻസ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ എങ്കിലും വാങ്ങി അതിൻ്റെ മുമ്പിൽ ആ ബെൻസിൻ്റെ എംബ്ലം ഒന്ന് വെക്കും. അത് ഓൻ്റെ സമാധാനത്തിന്. അങ്ങനെ ഗൾഫ് നിർത്തി പോന്നപ്പോൾ കുഞ്ഞാപ്പ് പറഞ്ഞാണ്, അങ്ങനെയാണ് ഗൾഫ് നിർത്തി പോന്നപ്പോൾ ഒരു ആഗ്രഹമാണ്. 10-20-30 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഒരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല, ഒരു സംഗതി ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണം? അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഒരു ബെൻസിൻ്റെ എംബ്ലം വാങ്ങിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറ്റിച്ചേക്കാം. അങ്ങനെയെങ്കിൽ തൽക്കാലം സമാധാനിക്കാം, എൻ്റെ വണ്ടി ബെൻസാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ അടുത്തുള്ള വണ്ടിയൊക്കെ ബെൻസ് തന്നെയാണെന്ന് കരുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ബെൻസ് വാങ്ങാനും ജാഗോർ വാങ്ങാനും അൽഹംദുലില്ലാഹ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ചര്യകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് കസറത്തുൻ നൗം, അധികരിച്ച് ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിച്ച് ഉറങ്ങുന്നവൻ. എന്തേ ഭർത്താവിന് പണി? ഉസ്താദെ കാര്യമായ പണിയൊന്നുമില്ല, എന്നാലും അല്ല ഉസ്താദെ കാര്യമായ പണിയൊന്നുമില്ല. രാവിലെ മൂപ്പര് ഉറങ്ങും, പിന്നെ ഉച്ചനേശം പിന്നെയും ഉറങ്ങും, പിന്നെയോ പിന്നെ മൂപ്പര് ഇങ്ങനെ പോയി വത്തയ്ക്ക് ഔലി മിൽക്കൊക്കെ ഇങ്ങനെ കുടിച്ചു വന്ന് മാരിവ് കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് പിന്നെ ഉറങ്ങും. അപ്പം ഇശയ്ക്ക് പിന്നെ ഉറങ്ങുമോ? ഇശ കഴിഞ്ഞിട്ട് ഉറക്കുന്നൊരു കുഴപ്പമില്ല, മൂപ്പര് സുഖമായിട്ട് ഉറങ്ങും. അപ്പം അങ്ങനത്തെ ആളുകൾ, ഉറക്കം കമ്മിയുള്ള ആളുകൾ, ഉറക്കം കൂടി കുളിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഓല നീജാസ്തു വാങ്ങിയാൽ മതി. ചില മൂല്യന്മാർ അങ്ങനെയാണ്, ഭയങ്കര ഉറക്ക. ചില നാടന്മാരും അങ്ങനെ തന്നെയാണ്, ഓരോ ഉറക്കാണ്. ചില തങ്ങന്മാരും അങ്ങനെ തന്നെയാണ്. ഇനി ഒരാളായിട്ട് പറഞ്ഞു വേണ്ട, അങ്ങനെ ഉണ്ടല്ലോ. തങ്ങന്മാരാകുമ്പോൾ എല്ലാവരും പരിഹരിച്ചു പോകണല്ലോ. അതുകൊണ്ട് എപ്പോഴും ഉറങ്ങാം. അത് ദാരിദ്ര്യമുണ്ടാക്കും. അധികരിച്ച് ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തൊരു കാരണം, വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. വാപ്പൻ്റെ ഉമ്മൻ്റെ പേര് വിളിക്കാൻ പാടില്ല. വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെ പേര് മുഹമ്മദ് എന്നും ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണെങ്കിലും രണ്ടുപേരുടെയും പേരുകൾ വിളിക്കാൻ പാടില്ല. ഉമ്മ ഉപ്പ എന്നേ വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഉപ്പയുടെ മുമ്പിൽ വെച്ചിട്ടോ ഉപ്പയുടെ അഭാവത്തിലോ ഉപ്പയുടെ പേര് വിളിച്ചാൽ ആ കൂട്ടുകാരന് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. അതുകൊണ്ട് വാപ്പൻ്റെ ഉമ്മനെ പെരിഞ്ഞു വിളിക്കരുത്, പേര് വിളിക്കരുത്. മലപ്പുറത്തൊരു വാശിയുണ്ട്. മലപ്പുറത്ത് ചിലപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങോട്ട് പോരണടാ. ഇല്ല, എൻ്റെ തന്തപിടിക്ക ഇഷ്ടമല്ല. ഇവിടെ പറയലുണ്ടാവും. ഇല്ല, ഇവിടെ നിങ്ങൾ അതിൻ്റെ അപ്പുറമുള്ളേ പറയുള്ളൂ. അത് മോശക്കാരൊന്നും ആവില്ല നിങ്ങൾ, അങ്ങനല്ലേ? വേഗം എന്ത് ചെയ്യുക, സർഫുദ്ദീൻ സാർ വേഗം പറയുന്നത് അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. നല്ല ഡീസന്റ് മനുഷ്യന്മാരുമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, വാപ്പൻ്റെയും ഉമ്മൻ്റെയും പേര് വിളിക്കാൻ പാടില്ല. വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പൻ്റെയും ഉമ്മൻ്റെയും മുമ്പിൽ നടക്കാൻ പാടില്ല. വാപ്പ ചിലപ്പോൾ പൈസ ഇല്ലാത്തവനേ കാര്യം. വാപ്പ പാടത്ത് കൃഷിപ്പണി ചെയ്ത് വരുന്ന ഒരാളാണ്. മകനോ ഡോക്ടറാണ്, കാറിൽ ഇങ്ങനെ വരികയാണ്. പക്ഷേ വാപ്പയെ കാറിൽ കയറ്റാതെ നടന്നു. വാപ്പനെങ്ങനെ കാർ കയറ്റ ചളിയിൽ കയറ്റണം വാപ്പാനെ. വാപ്പാനോട് തോർത്തുകൊണ്ടിട്ട് വാപ്പാൻ അവിടെ ഇരുത്തണം, വാപ്പച്ചിയെ കയറണം, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി മുമ്പ് പോകില്ല. വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ഒരാൾക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്. മൂന്നാമത്തത് അൽഹംദുലില്ലാഹ്, വാപ്പയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാരണം, വാപ്പയുടെയും ഉമ്മക്കും വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാത്ത മക്കൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പക്കും ഉമ്മക്കും ദ്വാരക്കാതൊക്കെ ഇന്ന് വാപ്പക്കും ഉമ്മക്കും ദ്വാരത്തോലെ എത്ര ആളുണ്ട്? മരിച്ചവരാണെങ്കിൽ മഗ്ഫിറത്തിന്, ഹയാത്തുള്ള ആളുകളാണെങ്കിൽ അവർ ആരോഗ്യത്തിന് വേണ്ടി ദ്വാരക്കണം. നാളെ മുതൽ ചെയ്യണം. ഇതിനൊന്നും നിങ്ങൾക്ക് പൈസ കയറില്ല. ഞാൻ ഈ പറയുന്ന വേദനൊക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകാനുള്ള വേദമാണ്. അടുത്ത കൊല്ലം ഞാൻ വരുമ്പോഴത്തേന് ഈ പള്ളിപ്പണി മൊത്തം പൂർത്തിയാണ്. അതേ കാരണം തങ്ങൾ പാപ്പ പറഞ്ഞ എല്ലാ സുന്നത്തും ഞങ്ങൾ കൊണ്ടുവന്നു. ദാരിദ്ര്യമൊക്കെ ഒഴിവായി, പൈസയൊക്കെ കൂടി അൽഹംദുലില്ലാഹ് ഞങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് അള്ളാഹു പൈസ തന്നിട്ട് തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ പള്ളിൻ്റെ ഉള്ളില്ല, കഴിഞ്ഞ കൂടി ഞാൻ വന്നപ്പോൾ അവിടെ നിന്നീന് കുറേ ആളുകൾ ഇവിടെ മഴപ്പുറത്ത് വീണ് പെണ്ണുങ്ങൾ ആ വിറകിട്ട് കൊടുത്തുണ്ടായിന്. അത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നേ. അന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു വീടുണ്ടായിന്. അള്ളാ, ഒരു ആടൊക്കെ ഉണ്ടേന് അവിടെ സീറ്റോട്ട്. ആടുണ്ടാവും. ഇപ്പോൾ ആരേനെ ഇവിടെ ഉണ്ട് ആള്? ഞാൻ ഭക്ഷണം ഇവിടെ റഷീദൊക്കെ അവിടെ ഉണ്ടോ? ഇല്ലേ?
സുബ്ഹാനല്ലാഹ്. വലിയ ആടിന് ചെവിയൊക്കെ വലിപ്പമുള്ള ആട്. ഞാൻ കുറച്ചേരങ്ങ് നോക്കി, നമ്മളിങ്ങനത്തെ ആടിനെ കണ്ടാൽ കുറച്ചേരം അങ്ങ് നോക്കും. അങ്ങനെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പൊ വാപ്പന്റെ ഉമ്മന്റെ പേര് വിളിക്കുക, വാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കുക, വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാതിരിക്കുക. ഇത്തരക്കാരാകുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകും. 4, പള്ളിയിലേക്ക് അവസാനം വരുന്നവൻ അവനും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് അവസാനം വരുന്നവന് ദാരിദ്ര്യമുണ്ടാകും. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ നിന്ന് ആദ്യം പോരുന്നവനും ദാരിദ്ര്യമുണ്ടാകും. പള്ളിയിൽ നിന്ന് എപ്പോഴും ആദ്യം ഒരു സലാം വീട്ടിയാ നീച്ചലോനാ. നമ്മളെ കൊണ്ട് ഒരു ശല്യം വേണ്ട വെച്ചിട്ട് ഒമ്മയും പോകും. ചിലരങ്ങനെ നാളെ പള്ളിയിലൊരു കളവ് പോയി, എപ്പോ നാട്ടിൽ കളവ് വന്നാലും സുബ്ഹാനല്ലാഹ് ഓനെ പിടിച്ച. അങ്ങനെ ഉണ്ടല്ലോ നാട്ടിൽ ഇവിടെ ഒരു മാറൂഫായ കള്ളം ഈ പൊത്തങ്കോട് ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ത് സാധനം പോലും ആദ്യം നമുക്കത് മേമാക്കാന്റെ മകനൊന്ന് പിടിച്ചു നോക്കുക, ഓനാണല്ലോ അതിന്റെ ആള്, ഒരേ കാര്യം. പക്ഷെ പള്ളിയിൽ നിന്ന് ഒരൊറ്റ കളവ് പോയി, മൈക്ക കാണാനല്ല. അതിലിപ്പം പറഞ്ഞു അതേതായാലും ഇന്നെ പറയില്ല, കാരണം ഞാൻ പള്ളിയേക്ക് വരലില്ല. കാരണം പള്ളിയൊക്കെ വന്നിട്ട് വേണ്ടേ മൈക്കെടുക്കാൻ. അതുകൊണ്ട് എല്ലാം ഇന്റെ മേത്തേക്ക് ആദ്യം വരല്ലേ. പക്ഷേ പള്ളിയിലെ മൈക്ക പോയപ്പോ പറഞ്ഞു ഞാൻ അത് ഏതായാലും ഇന്ന പോലീസുകാർ പിടിച്ചാൻ വരൂല, ആളിനെ പറയില്ല, കാരണം പള്ളിയൊക്കെ പോകണ്ടല്ലോ, പള്ളിയൊക്കെ പോകണമല്ലോ പിടിച്ചണ്ടേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പള്ളിയിലേക്ക് അവസാനം പോകുന്നവനും പള്ളിയിൽ നിന്ന് ആദ്യം പോരുന്നവനും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല പടച്ചോന് എത്രങ്ങാനും പൈസ ഉണ്ടാകുന്ന കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു തരണേ. അൽഹംദുലില്ലാഹ്. രാത്രി അടിച്ചു വേരാത്ത വീടുകളിലും അടിച്ചു വേരുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. അടിച്ചേരാന്നല്ലേ പറഞ്ഞില്ല ഇവിടെ അല്ലേ? രാത്രി ചൂലെടുത്തുകൊണ്ട് അടിച്ചു വരുന്ന വീടുകൾ, ആ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. വീട്ടിൽ രാത്രി അടിച്ചു വരാൻ പാടില്ല, പകലാണ് അടിച്ചു വരാൻ പാടുള്ളൂ. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകിയാണ് കിടന്നുറങ്ങേണ്ടത്. സഹോദരിമാര് സാധാരണഗതിയിൽ പറയുമെന്ത്, അത് ഇനിയിപ്പോ രാവിലെ കഴുകാം, അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ സഹകരിച്ചു കൊടുക്കണം. നിങ്ങൾ ഭാര്യമാർക്ക് സഹകരിച്ചു കൊടുക്കണം. ഞാൻ ഇപ്പോഴും ബാത്റൂം കഴിക്കലുണ്ടല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ബാത്റൂം കഴിക്കും. ഞാൻ മുത്തനൂർ തങ്ങളാണ് ബാത്റൂമിലെത്താം, മുത്തനൂർ തങ്ങളവിടെ ബാത്റൂമൊക്കെ കഴുകണം, നല്ല വൃത്തി വേണം, വീടും പരിസരവും വൃത്തി വേണം. അൽഹംദുലില്ലാഹ്. മാറാല തട്ടാത്ത വീട്, ബാത്റൂം കഴുകാത്ത വീട്, പരിസരങ്ങൾ വൃത്തിയില്ലാത്ത വീട്, ആ വീട്ടിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറാല തട്ടാത്ത വീട്, ചില വീട്ടിൽ റമദാന് ആകുമ്പോ മാത്രമാണ് മാറാലട്ട, അത് പറ്റൂലേ? എല്ലാം ഇടക്കിടക്ക് തട്ടണം. മാറാല തട്ടാത്ത വീടുകൾ, വൃത്തിയില്ലാത്ത വീടുകൾ, അവരെ ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളെ ബാത്റൂമിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ് ഒരു ചെരുപ്പുണ്ടാവും, അത് അമ്മായിമ്മ പാലിയാച്ചൻ്റെ കൊണ്ടതാ. പാലിയാച്ചൻ ഇവിടെ പറയല് പാലിയാച്ചൻ്റെ കൊണ്ടതാ. പിന്നെ മാറ്റിയിട്ടില്ല, അയിമ കറുത്ത് ആകെ ഉച്ചിൽ പിടിച്ച് ആകെ ഇടങ്ങേറായി. അയിമണ് ചവിട്ടിയാൽ ചിലപ്പോൾ എന്താവും, ഊര വരെ പോകും, ഒറ്റ പോക്കാണ് പോകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാനിന് അത്തായത്തിന് അങ്ങനെ പഴം കൂട്ടിൻ്റെ ഒരു കുഴക്കല് അതുണ്ടായാലും ഇവിടെ ഉണ്ടാവും. സുബൈന്റെ മുന്നേ അത്തായം കഴിക്കുമ്പോൾ ചോറ് നല്ലോണം കഴിക്കും. ആദ്യം കറി വാർന്ന് കുഴച്ചിട്ട് ഇങ്ങോട്ട് കഴിക്കും. ആദ്യമൊക്കെ ഈ റോട്ടിന് പോരുന്ന മാതിരി കറി വളവും തിരിഞ്ഞും കഴിഞ്ഞിങ്ങനെ പോയാ. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിന് വലി മുട്ടുമ്പോഴാണ് നമ്മൾ പിന്നെ കുറച്ച് തേനും കുറച്ച് പഴം കൂടി, മൈസൂർ പഴം കൂടി ഇണ്ടിട്ടൊരു കുഴക്കില്ല. അത് പിന്നെ തടവില്ല, ഹൈവേ കയറി NH ഹൈവേ. എങ്ങനെയെങ്കിലും കുറച്ചാൽ കോട്ടേജിലാണ് കഴിക്കണത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് പിന്നെ ആ സിലബസ് ഒക്കെ നിന്നുകണ തോന്നണേ. അങ്ങനെ പഴയ ആളുകളാണ് അതിൻ്റെ ആളുകൾ. ഇപ്പം അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, എന്താണ് ഇപ്പോഴത്തെ ആളുകളൊന്നും എന്താണില്ല, ഈ വല്ലാതെ തുപ്പണില്ലല്ലോ. നോമ്പ് പറ്റിയാണ്ട് നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കഫ നല്ലോണ്ട്, അതിന് തുപ്പൽ കുറച്ച് ഏറേന്. ഇപ്പം ആരും അങ്ങനെ തുപ്പൽ കാണില്ല. ഇതിൻ്റെ സംഗതി അങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കി, നമ്മളൊക്കെ വാപ്പുണ്ടായതിൻ്റെ കാലത്ത് അങ്ങനെയാണ്. എന്നും വേണം 1 കിലോ മൈസൂർ പാക്ക് അത്തായത്തിന്. അതെന്തിനാ ഈ കുഴച്ച് തിന്നാനാണ്. അപ്പം ഞമ്മക്കും ഉണ്ടാവും 2 പഴം. നമ്മളും തന്നെ കിട്ടിയ ക്യാപ്പിൽ ഇൻഷാല്ലാ 2 പഴം ബാങ്ക് ഒഴിച്ച് അതിൽ കുറച്ച് ചോറ് ഓനെ കൂട്ടി പോകുമല്ലോ എഴുതിയിട്ടാണ്. അപ്പം ഈ കഫം കൂടുതലുണ്ടാകുന്ന ഈ മൈസൂർ പഴം തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കഫം കൂടുതലുണ്ടാവും. അതുകൊണ്ട് മൈസൂർ പഴം രാത്രി കഴിക്കാൻ പാടില്ല. ഞാലിപ്പൂവനോ
ഇല്ലെങ്കിൽ വേറെ 800 പൂവനോ, അങ്ങനെ കുറെ പൂവന്മാരൊക്കെ ഉണ്ട്. ആ പൂവന്മാരൊക്കെ കഴിക്കാം, അല്ലാത്ത അതൊന്നും കഴിക്കാൻ പാടില്ല. ഇടക്ക് പറഞ്ഞു എന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മൈസൂർ പേക്കാരിഞ്ഞോട് പണങ്ങൊന്നും വേണ്ട, അത് തിന്നലായിരുന്നു. കല്യാണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്. അതെന്നാക്കി വാങ്ങണം, റെഡിയായി ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ നല്ല വൃത്തി വേണം. പിന്നെ കാണാൻ കുറെ മുടിക്കെട്ട്, അല്ലാഹ് സുബ്ഹാനല്ലാഹ്. പിന്നെ കുറെ ഒരു ഷാമ്പു ബോട്ടിൽ കഴിഞ്ഞത്, ഒന്ന് ആയത്, ഒന്ന് വേറെ ഫ്രഷും. അങ്ങനെ ഉസ്താദ് 2 അവിടെ ഒന്ന് അത് നാളെ പീടിയിൽ നിന്ന് ഇങ്ങനെ ഇശ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഗുഡ്സിൽ ഇങ്ങനെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഷാമ്പു. അപ്പോൾ 2 വാങ്ങിയാൽ 2 അവിടെ തന്നെ കൊണ്ടുവച്ചു. അപ്പോൾ ഒന്ന് ഉപയോഗിക്കണമാണ്, നേരത്തെ കഴിഞ്ഞു വന്നു, പിന്നെ ഒന്ന് കയ്യാളുള്ളത്. ഇതൊക്കെ ബാത്റൂമിനാണ് കൊണ്ടേക്കാം. നിങ്ങളെ ബാത്റൂമിൽ ഒന്ന് പോയി നോക്കണ്ടി. ഞാൻ ഈ പറഞ്ഞ വയല് കേട്ടിട്ട് നിങ്ങളെ പരിയിൽ ബാത്റൂമിൽ ഈ ചെരുപ്പുമ്പോൾ നിങ്ങൾ നോക്കണം ശരിക്ക്. ഒരു 4 ആള് ഫോട്ടോ എടുത്ത് വാട്സപ്പ് കിട്ടാൽ നല്ല ഇഷ്ടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ എന്താണ് മനുഷ്യന്മാർക്കൊന്നും ശരിയാകാത്തത്. വയലിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വയലിങ്ങനെ പറഞ്ഞിട്ടില്ല. നീട്ടി ഇവിടെ കുറെ ചരിത്രങ്ങളും ഞാൻ പറയുന്നത് കരുതിയില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ വർഷം ഞാൻ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് തീരുമാനിച്ച കുറെ എണ്ണത്തിന് ഇത് ഏതെങ്കിലും കുറച്ചെണ്ണെങ്കിലും അൽഹംദുലില്ലാഹ് ശരിയായ റെഡിയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ബാത്റൂമിൽ ചെരുപ്പ് നാളെടുത്ത് വലിച്ചെറിയണം, പുതിയ വാങ്ങാം. എന്നിട്ടല്ലേ പുറത്തിട്ടുകൊണ്ട് അത് പുറത്തുകൂടെ കാണാൻ പോകാം, നല്ല വൃത്തി ഉണ്ടാകും. അതുപോലെ കുറെ ബ്ലേഡ്, കുറെ സേവിങ് സെറ്റ്, കുറെ മുടിന്റെ കെട്ട്, കുറെ സോപ്പിന്റെ ചെളുക്ക, ഇതൊക്കെ സുബ്ഹാനല്ലാഹ് ഈ ബാത്റൂമിൽ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു ബാത്റൂം നല്ല വൃത്തി ഉണ്ടാകണം. എപ്പോഴും വീടുണ്ടാക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ബാത്റൂം ഉണ്ടാക്കും, ബാത്റൂം കുറച്ചൊരു വിശാലത ഉണ്ടാകണം. നല്ലതാണ്, വിശാലത ഉണ്ടാക്കുമ്പോഴേ വൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൃത്തിയില്ലാത്ത വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത് ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്. ആ ചര്യ നമ്മൾ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് തുടങ്ങി വെച്ചതാണ് അൽഹംദുലില്ലാഹ് മസ്ജിദുൽ ഖുബാ, ആദ്യത്തെ പള്ളി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകും വഴി ഒട്ടകം മുട്ടുകുത്തിയ ഒരു സ്ഥലത്ത് ക്ഷീണിച്ചിട്ട് അവിടെയാണ് ആദ്യത്തെ പള്ളി ഉണ്ടാക്കുന്നത്. അവിടെ നമ്മളൊക്കെ മുമ്പൊക്കെ പോകുമ്പോൾ മസ്ജിദുൽ ഖുബായിൽ എല്ലാവരും പോകലുണ്ട്. ആ പള്ളിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ മുട്ടുകുത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയാണ് ഉണ്ടാക്കി പള്ളി. അപ്പൊ അവിടെ ഉള്ള സഹാബാക്കളിൽ നിന്നൊക്കെ സംഭാവന വാങ്ങി. ഈത്തപ്പഴത്തിന്റെ മട്ടലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്ത് പള്ളി ഉണ്ടാക്കിയത്. പഴയ കാലത്ത് അങ്ങനെ തന്നെയല്ലായിരുന്നു. പഴയ കാലത്ത് ഞങ്ങളൊക്കെ നാട്ടിൽ മലപ്പുറത്ത് പറയാ തട്ടിയ എന്നാ പറയാ, ചെറിയ പള്ളി. തട്ടിയ ഇവിടെ എന്താ പറയാ ഞങ്ങളാപ്പ അല്ലെ, തട്ടിയ കുറച്ചു കാലം പുരോഗമിച്ചപ്പോഴാണ് എന്ത് ചെയ്ത് അത് ശ്രാമ്യയായി. ശ്രാമ്യ പുരോഗമിച്ചു, നിസ്കാരപ്പള്ളിയായി. നിസ്കാരപ്പള്ളി പുരോഗമിച്ച് ഇപ്പൊ ജുമാഅത്ത് പള്ളിന്റെ അത്ര പോകുന്ന നിസ്കാരപ്പള്ളികൾ വരാനായി അല്ല അങ്ങനെ. അപ്പൊ ആദ്യത്തെ കാലത്ത് അതാണ് 4 കാലുമല ഉണ്ടാക്കി തട്ടിയാറ് നാനം. 4 കാല് ഉപയോഗിച്ചുകൊണ്ട് പലക അടിച്ചിട്ടുണ്ടാക്കുന്ന പാടത്തിന്റെ സൈഡുകളിലും കുളത്തിന്റെ സൈഡുകളൊക്കെ ഉണ്ടാവും. അന്ന് ഒന്നുണ്ടാക്കാൻ സംവിധാനമൊന്നും വേണ്ട. പാടത്തു നിന്ന് ഇങ്ങനെ കയറിയിട്ട് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി പുതുവന്ന പുറത്തിനെ വീട്ടുന്ന ഒരൊറ്റ ചാട്ട കുളത്തേക്ക്. അപ്പൊ ഈ പൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ജാഗോർ പൈപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ആ സംവിധാനം എന്താ മതി. ഇവിടെ വേണ്ട കേട്ടോ, ഇവിടുത്തെ കറ്റിയല്ല പറഞ്ഞേ, നല്ല വിഷാദമുള്ളവർത്ത പറ്റി. ഇവിടെ ഇനിയിപ്പോ ആ കുളം കൂടി ഉണ്ടാക്കി നല്ല മട്ടം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ആ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഖുബാ അവിടെ ആദ്യം പള്ളി ഉണ്ടാക്കി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് നീങ്ങി. ആ മദീനയിൽ വെച്ചുകൊണ്ടാണ് മുത്തുനബി ആദ്യമായി ദർസ് തുടങ്ങിയത്. ദർസ് തുടങ്ങി അവിടെയാണ്. ആ ദർസിൽ അൽഹംദുലില്ലാഹ് ആരായിരുന്നു മുദർരിസ്? ആ ദർസിലുള്ള മുദർരിസ് ആരാ? ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അവിടുത്തെ മുദർരിസ്. സുബ്ഹാനല്ലാഹ് അവിടുത്തെ ഹാഫിള് ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹാഫിള്. സുബ്ഹാനല്ലാഹ് അവിടുത്തെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ആരാ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരാണ് ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ. ആ ദർസിന്റെ ഒരു ചൊർക്കത്ര ഉണ്ടാവും. ആ ദർസിന്റെ ചൊർക്ക ആ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ എത്ര താല്പര്യ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അവിടുന്ന് തുടങ്ങി വെച്ചതാ ദർസ്. അൽഹംദുലില്ലാഹ് ഇവിടെ സന്തോഷത്തോടെ അതിന്റെ ഒരു ഇത്തിബാ ആയി ആ ഒരു സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മുടെ പള്ളികളിൽ മുഴുവനും ദർസുകൾ അൽഹംദുലില്ലാഹ് സ്ഥാപിച്ചിട്ടുള്ളത്. ഹിഫ്ദുൽ ഖുർആൻ അൽഹംദുലില്ലാഹ് കിതാബ് ഓതുന്നില്ലേ? കിതാബ് ഓതണ്ടേ? അൽഹംദുലില്ലാഹ് ഖുർആൻ മനപ്പാടമാക്കിയ മക്കൾ എത്ര ഉണ്ട്? ഒരു സനത് കൊടുക്കാനില്ലേ? ഉണ്ട്. കഴിഞ്ഞ ഒരെണ്ണത്തിന് നമുക്ക് കുറച്ചാൽ കൊടുത്തിനല്ലോ.
രണ്ടാക്കോ 4 പേർക്ക്. അൽഹംദുലില്ലാഹ്. ഇന്ന് കുറി എത്ര ആളുണ്ട്? 6 പേര്. അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ അവർ കിതാബ് ഓതാണ്. അപ്പൊ എന്തൊരു ഉഷാറ. അൽഹംദുലില്ലാഹ്. ഹാഫിളാണ്, അതോടുകൂടെ അൽഹംദുലില്ലാഹ് സഖാഫിയാണ്, അതോടുകൂടെ BA MA BEd ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്തോ ഒരു ചുറുക്കാണ് അവിടെ കാണാം. മാഷാ അല്ലാഹ്. ഇന്ന് അങ്ങനത്തെ ആളുകളും തിരഞ്ഞെടുക്കുക. നാളിപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു പുയ്യാപ്പള്ളമാണ്, നമുക്ക് നല്ല വിവരമുള്ളൊരു പുതിയാപ്പള്ളനെ പൈസ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ആള് നല്ല ഉഷാറുള്ള സഖാഫിയാണ്, നല്ല BA ഉണ്ട്, MA ഉണ്ട്, നല്ല കമ്പ്യൂട്ടർ അറിയും, എല്ലാ സംഗതിയും മൂപ്പരുണ്ട്, പക്ഷേ പൈസ ഇല്ല, പാവാണ്. അത് എൻ്റെ അടുത്തുണ്ട് ഉസ്താദ്, ഞാൻ ഒരു 50,000 ഉറുപ്പിക മാസം വാടക കിട്ടണ ബിൽഡിംഗ് പോലും ഉണ്ടാക്കണം, എഴുതി കൊടുത്താൽ പോരെ. റെഡിയായി. ഞാൻ കരുതി ഞാൻ കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കല്ല സുഖേനി എന്ന് കരുതി. പറ്റൂലല്ലോ, കാരണം ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കി നിങ്ങൾ നല്ലോണം പഠിച്ച് ഉഷാറായി. നിങ്ങളോടാ പറഞ്ഞേ മേപ്പടോ കണ്ടാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ നല്ല ഉഷാർ. ദർസ് അൽഹംദുലില്ലാഹ് മദീനയിൽ വെച്ചുകൊണ്ട് തുടങ്ങിയതാ. അത് മർക്കസ് തുടങ്ങിയതല്ല, മഅദിന്ന് തുടങ്ങിയതല്ല, ബഹുമാനപ്പെട്ട ബദറുസ്സാദ തങ്ങൾ ഉസ്താദ് തുടങ്ങി വെച്ചതല്ല, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് തുടങ്ങി വെച്ചതല്ല. മദീനയിൽ വെച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടങ്ങി വെച്ച ഒന്നാണ് ദർസ്. ആ ദർസ് അൽഹംദുലില്ലാഹ് പാരമ്പര്യമായി നമ്മൾ നടത്തുന്നു. ആ ദർസിനോട് അൽഹംദുലില്ലാഹ് നമുക്ക് വലിയ കൂറ് വേണം. ഒരു മുതഅല്ലിമിനെ അൽഹംദുലില്ലാഹ് നമ്മൾ പോറ്റി വളർത്തണം. നമ്മളെ ചെലവിൽ ഒരു മുതഅല്ലിമ് വളരട്ടെ. അൽഹംദുലില്ലാഹ് ഞാനൊക്കെ ദർസ് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം തന്നിരുന്ന അൽഹംദുലില്ലാഹ് ഉപ്പമാരുണ്ട്. ഞാൻ എവിടെയും മുതഅല്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭക്ഷണം തന്ന അഹമ്മദ് കുട്ടിമാനു, പാത്തും താത്ത, ഉപ്പയും ഉമ്മയും രണ്ടുപേരെയും മറന്നു പോവാറില്ല. ഇന്നലെയും ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്നും ഞാൻ പ്രസംഗിക്കുന്നു. ഇന്നലെ പാലക്കാട് വെച്ചുകൊണ്ട് പ്രസംഗിച്ചു, ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. അഹമ്മദ് കുട്ടി മാനും കാക്ക രണ്ടുപേരും പാവങ്ങളാണ്. സ്വന്തമായൊരു വീട് അവർക്കില്ല. ഒരു മുതലാളിയുടെ കെട്ടിടത്തിന്റെ ബാക്ക് ഭാഗത്ത് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി, ആ ഷെഡിലായി ഇവരുടെ താമസം. സുബ്ഹാനല്ലാഹ്. സ്വന്തമായി വീടില്ല. അവിടെയായിരുന്നു ഒരു നേരത്തെ ഭക്ഷണം, രാത്രി ഭക്ഷണം ഞാൻ കഴിച്ചിരുന്നത്. 2 പെൺമക്കൾ മാത്രമേ അവർക്കുള്ളൂ, ആൺമക്കൾ അവർക്കില്ല. ഞാൻ ചെറിയ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ ഞാൻ അവിടെ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമ്മ ഭക്ഷണത്തിന് വരുമ്പോ ഇടക്കിടക്ക് എന്നോട് പറയും, തങ്ങളുട്ടി ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, ഞങ്ങൾ 2 പേരും മരണപ്പെട്ടാൽ ഞങ്ങൾ 2 പേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് നിങ്ങളാണ്. ഇടക്കിടക്ക് എന്നോട് പറയും, ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് നിങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. 2 പേർക്കും ജോലികളില്ല. രാവിലെയാകുമ്പോൾ ചായ കുടിച്ച് മാനുകാക്ക വലത്തുഭാഗത്തേക്ക് പോകും, ഉമ്മയോ ഇടത്ത് ഭാഗത്തേക്കും പോകും. മുതലാളിമാരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് റേഷൻ കടയിലുള്ള പഞ്ചസാരയും അതല്ലെങ്കിൽ മണ്ണെണ്ണയും കൊണ്ടുപോയി കൊടുക്കുമ്പോ 50 പൈസ, 25 പൈസ, 75 പൈസ, 1 രൂപ ശമ്പളം കിട്ടിയാണ് സുബ്ഹാനല്ലാഹ് അവരുടെ ജീവിതം. 2 പേര് രാവിലെ ഇറങ്ങിയാൽ ഇതുമങ്ങനെ ചെയ്തു കൊടുക്കും. ടെലിഫോൺ ബില്ലടക്കുക, കറണ്ട് ബില്ലടക്കുക, മണ്ണെണ്ണ കൊടുത്തു കൊടുക്കുക, പഞ്ചസാര കൊടുത്തു കൊടുക്കുക, ഓരോ പരി പോയിട്ട് ഹിദ്മ ചെയ്യുക. അങ്ങനെ ഹിദ്മ ചെയ്യുമ്പോൾ 2 ആക്കും 50 25 സെക്കൻഡ് 2 ആക്കും കിട്ടും. 2 ആളും 2 ഭാഗത്ത് പോകും. അങ്ങനെ 2 ആളും കൂടി രാത്രിയാകുമ്പോ 2 പേരും സമ്മേളിക്കും. ആ സമയത്താ ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി. 2 പേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. 2 പേരും മരിച്ചുപോയി. ആ 2 പേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ആരാ? ഞാൻ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. 2 പേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നത്. രസകരമായും പറയാം, സുബ്ഹാനല്ലാഹ്, ഒരു തവണ അൽഹംദുലില്ലാഹ് എന്നും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നല്ല മത്സ്യമായി എനിക്ക് തരാറുള്ളത്. മത്സ്യത്തിന്റെ വാൽ കഷ്ണം മാത്രമേ എനിക്ക് തരികയുള്ളൂ, തലയുടെ ഭാഗം എനിക്ക് തരാറില്ല. ഒരു ദിവസം ഞാൻ ഉമ്മയോട് ചോദിച്ചു, ചെറിയ കുട്ടിയായ ഞാൻ ചോദിച്ചു, ഉമ്മ ഇവിടുത്തെ മീനിന് തലയില്ലേ? ചെറിയ കുട്ടിയായപ്പോഴേ എന്ന് ഈ വാൽ കഷ്ണം നടുവിലെ കഷ്ണം മാത്രം കിട്ടിയപ്പോ എനിക്കൊരു സംശയം, ഇവിടുത്തെ മീന് തലല്ലാത്ത മീനാണോ? സുബ്ഹാനല്ലാഹ്. ഉമ്മ അവിടുന്ന് പറഞ്ഞ ഒരു മറുപടി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മോനെ ഇവിടുത്തെ മീനിന് തലയില്ലാത്തത് കൊണ്ടല്ല, തലയുടെ ഭാഗം മോന് തന്നാൽ
തലയുടെ ഭാഗം മോന് തന്നാൽ മുള്ളു കുത്തുമോ എന്ന ഭയന്നുകൊണ്ടാണ് ഉമ്മ ആ തലയുടെ ഭാഗം തരാത്തത്. അല്ലാഹുവേ രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. സാധുവായ ഞാൻ അങ്ങനെ ഓതിപ്പടിച്ചപ്പം ഭക്ഷണം തന്ന വീട്ടുകാരാണ്. ഇപ്പോൾ 313 മദ്രസകൾ ഉണ്ടാക്കണമെന്ന നല്ല ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തനം തുടങ്ങിയപ്പോ 192 മദ്രസകൾ അൽഹംദുലില്ലാ പൂർത്തിയാകുകയാണ്. അതിൽ 102ഓളം വരുന്ന മദ്രസകൾ AC സംവിധാനത്തോടുകൂടി ആ നിലവിൽ വന്നത്. ഈ മദ്രസയിൽ നിന്ന് ഒരു കുട്ടി അലിഫ് പഠിക്കുമ്പം എൻ്റെ ഉമ്മാന്റെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടുക ഭക്ഷണം തന്നെ. ഇതാണ് ഒരു മുതഅല്ലിമിന്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ദുആ, ഇന്നലെ പാലക്കാട്ട് നിന്ന് ദുആ, നാളെ സുബ്ഹാനല്ലാഹ് ഉച്ചക്ക് കാസർകോട്ട് നിന്ന് ദുആ, സുബ്ഹാനല്ലാഹ് രാത്രി അൽഹംദുലില്ലാഹ് ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് ദുആ, അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ച സുബ്ഹാനല്ലാഹ് കർണാടകയിൽ വെച്ചുകൊണ്ട് ദുആ നടക്കുന്നു.